ഞാൻ കേവൻ. എൻ്റെ യഥാർത്ഥ പേരല്ല, ഫേക്കാണ്. ഈ മുഖം, ഇതും ഫേക്കാണ്. ഇവിടെയുള്ള എല്ലാ മുഖങ്ങളും ഫേക്കാണ്. മുമ്പ് വയലാർജി 1000 മുഖങ്ങൾ കണ്ടു. 1000ഉം പൊയ് മുഖങ്ങളായിരുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പണ്ടൊരു കമ്മീഷണർ ചോദിച്ചപ്പോൾ അന്ന് ചെറുപ്പക്കാരായിരുന്ന നമ്മൾ ആർത്ത് വിളിച്ചിരുന്നു. ആ മുഖവും ഫേക്കാണ്. മാസ്ക് മാറ്റുന്നത് പോലെ നമ്മൾ മുഖവും മാറ്റുന്നു. പഴയ ആളുകൾക്ക് കൊച്ചിൻ എക്സ്പ്രസ് സിനിമ ഓർമ്മ കാണും. അതിൽ വിജയലളിതയും ഷീലയും ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ വിജയലളിത ഫേസ് സ്കിൻ മാസ്ക് മാറ്റുമ്പോൾ നമ്മൾ ഷീലയാണ് കാണുന്നത്. കൊറോണ വരുന്നതിന് 52 വർഷങ്ങൾക്ക് മുൻപേ മലയാള സിനിമയിൽ മാസ്ക് വന്നു. പിന്നെ ഇതൊക്കെ എന്തിനു പറയുന്നു എന്നല്ലേ? കാര്യമുണ്ട്, പറയാം. ഞങ്ങൾ കള്ളന്മാരുടെ അസോസിയേഷനെ കുറിച്ച് എഴുതിയത് അങ്ങ് റഷ്യയിലെ അലക്സാണ്ടർ കുപ്രിനാണ്. ഇവിടെയുള്ള കുപ്രന്മാർക്ക് വേറെ പണികളാണല്ലോ. ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്. ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അലക്സാണ്ടർ കുപ്രിൻ്റെ ഔട്ട്റേജ് എന്ന കഥയിലുണ്ട്. ഓ, എൻ്റെ സമയം അതിക്രമിച്ച് കയറി. ഇനി ബാക്കി കേറ്റു പറയും. കേവനാണ് ഞങ്ങളുടെ അഭിമന്യ നേതാവ്. അദ്ദേഹം തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഞങ്ങളെല്ലാം AOT മെമ്പേഴ്സാണ്. ഞങ്ങളെല്ലാം നിങ്ങളെപ്പോലെ സർക്കാർ ഓഫീസിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വേല ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഞങ്ങൾ മടുത്തു. മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് എഴുതിവിടുന്നത്? സമൂഹത്തിലെ കുടിയന്മാർ, പോക്കിരികൾ, ഗുണ്ടകൾ, തെണ്ടികൾ, പിച്ചക്കാർ, ഇവരുടെയെല്ലാം കൂട്ടത്തിലാണ് ഞങ്ങളെയും പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ കേട്ടു, സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ ഇതിനൊക്കെ ഒരു അതിരില്ലേ? അതുകൊണ്ടാണ് സമൂഹത്തിന് മുന്നിൽ പരാതി ബോധിപ്പിക്കാൻ ഞങ്ങളും വന്നത്. ഞങ്ങൾക്കറിയാം നിയമം ഞങ്ങളെ കുറ്റവാളികളായാണ് കാണുന്നതെന്ന്. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ക്രൂശിച്ചാലോ? അയ്യപ്പ പണിക്കർ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ വെറും മോഷ്ടാക്കളാണ്, കള്ളന്മാരല്ല. ഇവിടെ വനം കൊള്ളക്കാർ, സ്വർണ്ണക്കടത്തുകാർ, എന്തിന് കടത്തു തോണി വരെ കടത്തുന്നവരുണ്ട്. നല്ലവരുടെ വേഷത്തിൽ നാട്ടിൽ നടമാടുന്ന കൊടുങ്കള്ളന്മാരെ പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷെ ആര് കേൾക്കാൻ? പോലീസിനെ സഹായിക്കാം എന്ന ആത്മാർത്ഥതയോടെ പോയാൽ ഞങ്ങൾ അകത്താവും. പോലീസ് സ്റ്റേഷനുകളിൽ ഫുൾ മൂൺ മാർക്ക് ചെയ്ത് പ്രത്യേക കലണ്ടറുകളുണ്ട്, നിലാവത്തിറങ്ങുന്ന ഞങ്ങളെയും കോഴികളെയും പിടിക്കാൻ. ഞാൻ കേത്തരിക്ക് ബാറ്റൺ കൊടുക്കുന്നു. തൊഴിലായല്ലെങ്കിലും നിങ്ങളും മോഷ്ടിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് തൊഴിലാണ്. അത് ഞങ്ങളുടെ അന്നമാണ്. ചെയ്യാത്ത കുറ്റത്തിന് ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? ഇല്ല, ഞങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങളെക്കാൾ രോഷം ഞങ്ങൾക്ക് വരുന്നത് തികച്ചും ന്യായവും സ്വാഭാവികവുമാണ്. അഴിമതിക്കെതിരെ നിങ്ങൾ പോരാടുന്ന പോലെ സൽപ്പേര് സൂക്ഷിക്കാൻ ഞങ്ങളും പോരാടും. ഈ പോരാട്ടത്തിൽ ഞങ്ങളും നിങ്ങളും എത്രത്തോളം വിജയിക്കുന്നു എന്നത് വേറെ കാര്യം. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? വവ്വാലിനെയും മൂങ്ങയും പോലെ രാത്രിയിലാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾ ഉറങ്ങാൻ താരാട്ടുപാട്ട് പാടുകയും വേണം, പട്ടികൾക്ക് ഉറക്ക ബിസ്ക്കറ്റ് കൊടുക്കുകയും വേണം. സമയം മോശമെങ്കിൽ നിങ്ങളും പട്ടിയും കൂടി ഞങ്ങളെ പിടിക്കും. അടുത്ത ദിവസത്തെ മാധ്യമങ്ങളിൽ ഞങ്ങളെ പിടിച്ചതിൻ്റെ വാർത്തയും പടവും വരും. TV-യിലാണെങ്കിൽ ലൈവ് വരും. നിങ്ങളും പട്ടിയും ചേർന്ന് പിടിച്ചതാണെങ്കിലും പോലീസ് ക്രെഡിറ്റ് കൊണ്ടുപോകും. ഞങ്ങളെ പിടിച്ച വാർത്തയിൽ പട്ടിയുടെയോ അതിനെ വളർത്തിയ നിങ്ങളുടെയോ പടം TV-യിലോ മാധ്യമങ്ങളിലോ വന്നിട്ടുണ്ടോ? അക്കാര്യത്തിൽ നിങ്ങളും ഞങ്ങളെപ്പോലെ ഹതഭാഗ്യർ തന്നെ. ബാക്കി K4 മൊഴിയും. ഇവിടെയുള്ള ചില അച്ഛന്മാർ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു. ചിലർ സിംഗപ്പൂരിലും മറ്റു ചിലർ ഗൾഫിലും പോയി കഷ്ടപ്പെട്ട് ആടി മേയിച്ച് കാശുണ്ടാക്കുന്നു. ഇതൊക്കെ പോകുന്നത് മടിയന്മാരായ മക്കൾക്കാണ്. ആണാണെങ്കിൽ പുതിയ പുതിയ കാറുകൾ വാങ്ങും, കൂടിയ മദ്യം സേവിക്കും, മാസത്തിൽ 2 പ്രാവശ്യം തായ്ലൻഡ് ട്രിപ്പ്. പെണ്ണാണെങ്കിൽ സ്വർണം, സാരി, ഹൈ ഡിസൈൻ ബാഗ്. ഇങ്ങനെയാണ് ധൂർത്തം. ജോലി ചെയ്യാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ കഴിയുന്നവരല്ലേ ഇവർ? മുതൽ എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കേണ്ടതല്ലേ? കുപ്രൻ ഇത് ചോദിച്ചിരുന്നു 1917. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഷണങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇനി K5 പറയും. മോഷണത്തെ സമൂഹം എങ്ങനെ കാണുന്നു എന്നതല്ല, ഞാൻ മോഷണത്തെ ഒരു കലയായാണ് കാണുന്നത്. ഇവിടെ കഥാമോഷണം നടക്കുന്നുണ്ട്, കവിതാമോഷണം നടക്കുന്നുണ്ട്, സിനിമാ മോഷണം നടക്കുന്നുണ്ട്, ഭാര്യാമോഷണം, ഭർത്താവ് മോഷണം, അങ്ങനെ എത്രയോ മോഷണം നടക്കുന്നു. തല പോകുമെന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിലെ മോഷണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ മോഷണങ്ങളെല്ലാം കലാപരമായാണ് നടക്കുന്നത്. മോഷണമാണ് കലാവിദ്യ എന്ന ഭാഷയിലൊരു ചൊല്ലുമുണ്ട്.
ഞങ്ങളും അതെ. നിങ്ങളുടെ മുതൽ ഞങ്ങൾ കലാപരമായി എടുക്കുന്നു. പോക്കറ്റടിക്കാരൻ്റെ കരവിരുത്, പൂട്ട് തുറക്കുന്നവൻ്റെ കഴിവ്, വാഹനം മോഷ്ടിക്കുന്നവർ, ഇവരെല്ലാം തികഞ്ഞ കലാകാരന്മാരാണ്. നിങ്ങൾക്ക് ഞങ്ങളെ പണം കൊടുത്ത് വാങ്ങാനാവില്ല. നിങ്ങൾ വീട് തുറന്നിട്ടാലും ഞങ്ങൾ കൂര വിളിച്ച് മോഷണം നടത്തും. ഞങ്ങളുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്തിയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വാച്ചും മോതിരവുമെല്ലാം ഞങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങളറിയാതെ മായാജാല രൂപത്തിൽ നിങ്ങളുടെ മുതലെടുക്കുന്ന ഞങ്ങളുടെ കലയെ ആരും അംഗീകരിക്കുന്നില്ല. ഇനി K6 പറയും. ഞങ്ങൾ മാന്യമായി ജോലി നടത്തുന്നവരാണ്. എത്ര പണം തന്നാലും ഞങ്ങൾ ഒരാളെ കൊല്ലില്ല. നിങ്ങളുടെ തന്നെ നേതാക്കന്മാരുടെ ഗുണ്ടകൾ അത് ചെയ്യുന്നു. നിങ്ങൾ നാട്ടുകാർ അത് സഹിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ മേൽ കുതിര കയറുന്നു. നിങ്ങളെ രക്ഷിക്കാൻ നിയമങ്ങളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ പോലീസുണ്ട്, തോക്കുകളുണ്ട്, പട്ടികളുണ്ട്. എന്നിട്ട് നിങ്ങൾ സുരക്ഷിതരാണോ? എല്ലാറ്റിനെയും പേടിച്ച് സംരക്ഷണത്തിന് കീഴിൽ കഴിയുന്ന നട്ടല്ലില്ലാത്ത വെറും കോഴികളാണ് നിങ്ങൾ. ആരും വിഷമിക്കരുത്. ഞങ്ങളുടെ പ്രയാസം പറയാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ്. ഇത് തന്നെ എത്ര പേർ കാണുമെന്നുള്ളത് വേറെ കാര്യം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങ് ജപ്പാനിലാണ് ഒരാൾ 1000 വീടുകൾ കുത്തിത്തുറന്നിരിക്കുന്നു. മോഷ്ടിക്കാനല്ല, മാനസിക രോഗം കാരണം. പിടിക്കപ്പെടുമോ എന്ന ഭീതിയിൽ തൻ്റെ വിരലുകൾ വിയർക്കുമ്പോൾ പുള്ളിക്ക് അനുഭൂതിയെന്ന്. ഇവനൊക്കെ ഞങ്ങൾക്ക് പേരുദോഷമുണ്ടാക്കുന്നു. മാനസിക രോഗമെങ്കിൽ ചികിത്സിക്കണം. ഇപ്പോൾ നല്ല മരുന്നുണ്ട്. കോട്ടയത്ത് സർക്കാരിൻ്റെ നാഷണൽ ഹോമിയോപ്പതി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്. പിന്നെ ജപ്പാൻ കുടിവെള്ളം, അതും മോഷണമോ? നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ വന്ന കക്ഷികളിൽ പെടില്ല. കാരണം ഞാനൊരു പക്ഷി നിരീക്ഷകനാണ്. ഒരു സംഭവം പറയാനാണ്. നേരത്തെ വന്നവന്മാർ പറഞ്ഞത് പക്ഷി ലോകത്ത് നടക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു മരത്തിൽ 2 മഞ്ഞക്കിളികൾ കൂടുകെട്ടി. മറ്റു ജോലിയൊന്നും ഇല്ലാത്ത ഞാൻ ഡെയിലി ബേസിസിൽ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരുന്നു. കൂട് അതേപോലെ നിൽക്കുന്നതല്ലാതെ കിളികൾ അടയിരിക്കുന്നില്ല. കിളികൾ അതിനടുത്ത് വന്നും പോയും ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൂട് ഫേക്ക് ആണെന്നാണ്. മറ്റ് പക്ഷികളെയും പാമ്പിനെയും മാത്രമല്ല, എന്നെയും 2 കൂടി മണ്ടനാക്കി. യഥാർത്ഥ കൂട് മറ്റെവിടെയോ ആണ്. മറ്റവന്മാർ നിങ്ങളെ പറ്റിച്ചതുപോലെ കിളികൾ എന്നെയും പറ്റിച്ചു. കളി നമ്മളിൽ നിന്ന് കിളികൾ പഠിച്ചോ അതോ കിളികളിൽ നിന്ന് നമ്മൾ പഠിച്ചോ? ആ സംശയം ബാക്കി.